നമസ്കാരം. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാറിൽ നിന്നും വരുന്നു. എൻ്റെ പേര് ഉമൈബ ബീവി. എൻ്റെ ഭർത്താവ് കുട്ടികളെ പഠിപ്പിക്കുന്ന മൊല്ലാക്കായ. ഞാനാണെങ്കിൽ സ്കൂളിൽ പോയി പഠിച്ചിട്ടേ ഇല്ല. എനിക്കെന്നാലും ഭയങ്കര ബുദ്ധിയാണ്. ഞാൻ സ്കൂളിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എന്നെ മൊല്ലാക്ക ഒട്ടും അംഗീകരിക്കത്തില്ല. പിന്നെ കാണിക്കുന്നതൊക്കെ മണ്ടത്തരമാണ്. കഴിഞ്ഞ ദിവസം ഒരു വലിയ ക്ലോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഭിത്തിയിൽ അങ്ങ് തറച്ച്. എനിക്ക് ആ ക്ലോക്ക് കണ്ടിട്ട് തന്നെ ഇഷ്ടപ്പെട്ടില്ല. പിറ്റേന്ന് നോക്കിയപ്പം 3 സൂചി ഉണ്ടായിരുന്ന ക്ലോക്കിൽ 2 എണ്ണേ ഉള്ളൂ, 1 കാണാനില്ല. ഞാൻ അവിടെ എല്ലാം കിടന്ന് തിരക്കി തൂത്തുവാരി കുട്ടികളെല്ലാം പിടിച്ചു എല്ലാം നോക്കിയൊക്കെ കഴിഞ്ഞ് മൊല്ലാക്ക വന്നപ്പം ഞങ്ങൾ നോക്കിയപ്പം ഒരു സൂചി മറ്റു സൂചിയുടെ മണ്ടയ്ക്കൊന്നും എല്ലാം ഇറങ്ങുന്നു. ഇങ്ങനത്തെ ക്ലോക്കൊക്കെ വീട്ടിൽ വെച്ചേക്കാൻ കൊള്ളാമോ? അതോ ഇത്ര നീളത്തിലൊരു സൂചി അതിൻ്റെ അറ്റത്തൊരു ബോൾ കിടന്ന് കിണ്ണേന്ന് അടിക്കലും, പിന്നെ ചെറിയ ഒരു വീടിൻ്റെ അകത്തുനിന്ന് 2 പക്ഷികൾ ഇറങ്ങി വന്നിട്ട് കിച്ചി 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 നലയ്ക്കലും, പിന്നെ ഈ 2 സൂചികളുടെ വൃത്തികേടും. ഇത് കണ്ടപ്പോൾ ഞാനിതെടുത്ത് തോട്ടി കളഞ്ഞു. പിന്നെ ഞങ്ങളുടെ അയലത്തെ ഒരു വീവാത്തും ഉണ്ട്. അവളും ഞങ്ങളുടെ മൊല്ലാക്കായും കൂടെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ നിന്ന് ചിരിച്ചു കുഴയുന്നു. എന്താ ഇത്ര ചിരിച്ചു കുഴയാൻ? അവൾ എന്ത് പറഞ്ഞിട്ടാന്ന് ചോദിച്ചപ്പോൾ പറയുക, ഞാനേ സുൽത്താനെ പോലെ ഇരിക്കുവാന്ന് പറഞ്ഞതാണ്. സുൽത്താനെ പോലെ ആ ഇരിപ്പും കിടപ്പും നടപ്പും എല്ലാം, പക്ഷെ കണ്ടാൽ ചെകുത്താനെ പോലെ. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് സരസു. അവളും ഞാനും കൂടെ ഒരു ദിവസം ഒരു ചെറിയ വഴക്കുണ്ടായി. അപ്പോൾ അവൾ പറയുക, നിന്റെ കിഴങ്ങമ്മല്ലാക്കായ പോയി വിളിയെന്ന്. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്, സരസു കിഴങ്ങമ്മല്ലാക്ക എന്ന് വിളിച്ചല്ലോ. അപ്പോൾ പറയുക, അവൾ എന്നെ അങ്ങനെ വിളിക്കത്തില്ലല്ലോ, അവൾ എന്നെ അങ്ങനെ അല്ലല്ലോ വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അത് പറയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ തമ്മിൽ വിളിയും ഇച്ചിരി പുന്നാരം പറച്ചിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ സരസു മാത്രം അങ്ങനെ പുന്നാരം പറഞ്ഞാൽ പോരല്ലോ എന്നോർത്തിട്ട് ഞാനും 5-6 പുന്നാരം അങ്ങ് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. പിന്നെ എൻ്റെ മോനെ ഗൾഫിൽ വിടാൻ വേണ്ടിയിട്ട് ഞാൻ വിമാനം കയറ്റാൻ പോയി. അവിടെ ചെന്നപ്പോൾ 2-3 ആളുകൾ പാൻറ് വിട്ട് ഷർട്ട് വിട്ട് കഴുത്തിൽ റിബണും ഒക്കെ കെട്ടി സുൽത്താന്മാരെ പോലെ അങ്ങനെ പോന്ന്. ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാരാ? അത് വിമാനം പറത്തിക്കുന്ന ഡ്രൈവറാണെന്ന്. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ആശ. ഞാൻ വീട്ടിൽ വന്നിട്ട് മൊല്ലാക്കായോട് പറഞ്ഞ്, ഈ പണിയൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ ഈ മൊബൈലിൽ നിന്ന് കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ച് പോയി വിമാനം പറത്തിക്കൂടെ എന്ന്. അപ്പോൾ പറയുക, ഇത്രയും വലിയ വിമാനം ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പറത്തുന്നത്? ഇത് 2-3 ആളുകൾ കൂടിയല്ലേ പറത്തുന്നതെന്ന്. ഞാൻ പറഞ്ഞ്, ഞാൻ വന്ന് ഗിയറൊക്കെ മാറി തന്ന് സഹായിക്കാം, നിങ്ങളങ്ങോട്ട് പഠിക്കുന്നു. ഏതായാലും മൊല്ലാക്ക താടിയും വടിച്ചു പാൻറ്റും ഒക്കെ ഇട്ട് സുന്ദരനായിട്ട് മൊബൈലിൽ കുത്തിയും വരച്ചു ഇരുന്ന് അങ്ങോട്ട് വിമാനം പഠിത്തം തുടങ്ങി. പക്ഷേ രാത്രിയാകുമ്പോൾ മൊല്ലാക്ക എന്നും ഒരു സ്വപ്നം കാണും. എന്തുവാ? വിമാനം പറത്തിയിട്ട് വളവ് തിരിക്കുന്നു. ആ തിരികേക്ക് ഞാൻ ചെന്ന് തറയിൽ ചെന്ന്. ഇങ്ങനെ ദിവസവും അങ്ങോട്ട് ഞാൻ വീഴാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി, ഇത് വിമാനം വളയ്ക്കുന്നതല്ല, എൻ്റെ നടു വളയ്ക്കാനുള്ള സ്വപ്നമാണ്. പിറ്റേന്ന് രാത്രിയിൽ ഞാനും ഒരു സ്വപ്നം കണ്ട്. ഞാൻ ചെന്ന് ഗിയറും ഒക്കെ മാറി നല്ലപോലെ വിമാനം വളച്ചപ്പം മൊല്ലാക്കായും വിമാനം കൂടെ ഭിത്തി ചെന്നിടിച്ചിട്ട് തറയിൽ ലാൻഡ് ചെയ്തു. അതിൽ പിന്നെ മൊല്ലാക്ക ഇന്ന് വരെ ഒരു സ്വപ്നവും കണ്ടിട്ടില്ല. പക്ഷേ മൊല്ലാക്ക ഉള്ള പണിയും കളഞ്ഞ് മൊബൈൽ കുത്തിയും വരച്ചു ഇരുന്ന് സമയം കളയൽ തന്നെ ഇപ്പോഴത്തെ പണി. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ബുദ്ധി ഇപ്പം ബുദ്ധിമുട്ട് തന്നെ ആയെന്ന്. എങ്കിലും വേണ്ടിയല്ല, ഞങ്ങൾ 2 പേരും കൂടെ ഒരിക്കൽ വിമാനം പറത്തുക തന്നെ ചെയ്യും. സൂപ്പറായിരുന്നു.